ഇനി നേപ്പാളിലേക്ക്. നിങ്ങൾക്കറിയാം, നേപ്പാളിൽ കുറേശ്ശെയായി സമാധാനം പുലരുന്ന സാഹചര്യം വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സമയത്ത് 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ നേപ്പാൾ കത്തുകയായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു സിറ്റുവേഷൻ മാറുന്നുണ്ട്. നേപ്പാളിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല ചീഫ് എക്സിക്യൂട്ടീവായി ഇന്ന് ചുമതലയേൽക്കുമെന്നറിയുന്നു. പൊതു മിനിമം അജണ്ടയിലാകും ഈ ഇടക്കാല സർക്കാർ പ്രവർത്തിക്കുക. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുന്നു. അവിടെ വിമാനത്താവളം ഇന്നലെ തുറന്നു. നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്കായി ഇന്ന് അധിക സർവീസുകൾ നടത്തുമെന്ന് അറിയുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി നേപ്പാളിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ള ഡൽഹി ബ്യൂറോയിൽ? വെരി ഗുഡ് മോർണിംഗ് SKN. നേപ്പാളിൽ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളും അതിനുശേഷം ഒടുവിൽ നേപ്പാളിലെ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി അധികാരം ഏറ്റെടുക്കാൻ സമ്മതിക്കുകയും ചെയ്തതോടെ വ്യക്തമാകുന്നത്. സുശീല കർക്കി ഇന്ന് ചീഫ് എക്സിക്യൂട്ടീവായി ചുമതല ഏറ്റെടുക്കും. ഈ പല പേരുകൾ ഈ ജൻസി പ്രതിഷേധക്കാർ ഈ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ഉന്നയിച്ചിരുന്നു. അതിൽ ഒന്ന് കാഠ്മണ്ഡു മേയർ ബലേൻ ഷായുടെ പേരായിരുന്നു. ഒപ്പം ഉന്നയിക്കപ്പെട്ട പേരാണ് സുശീല കർക്കിയുടേത്. അതേസമയം സൈനിക മേധാവി ജനറൽ അശോക് രാജ് സിംഗ്ഡലിന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്നത് സുശീല കർക്കിയുടെ പേരിനോടായിരുന്നു. ദീർഘകാലത്തെ അനുഭവ പരിചയമുള്ള ഒപ്പം തന്നെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് സുശീല കർക്കിയോട് കൂടുതൽ താല്പര്യം സൈന്യത്തിന് ഉണ്ടായത്. പലതവണ സൈനിക മേധാവി ചർച്ചകൾ നടത്തിയിരുന്നു. ഒടുവിൽ ജൻസി പ്രക്ഷോഭകരും ഒരുമിച്ച് ആവശ്യപ്പെട്ടതോടെ ഇന്നലെ വൈകിട്ടാണ് അവർ ഈ ചുമതല ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ ഒരു പൊതു മിനിമം പരിപാടിയിൽ പ്രവർത്തിക്കാനാണ് താൽക്കാലിക സർക്കാരിൻ്റെ തീരുമാനം. അതിനുശേഷം നേപ്പാളിലെ ഭരണഘടന അത് പുതിയ ഭരണഘടന രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. അതേസമയം കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി സമാധാനം പുനഃസ്ഥാപിക്കും വരെ ക്രമസമാധാന ചുമതല സൈന്യം തന്നെ നിർവഹിക്കാനാണ് നിലവിലുള്ള തീരുമാനം. അതേസമയം നേപ്പാളിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം ഇന്നലെ വൈകിട്ടോടെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞിരുന്നു. നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്നും നേരത്തെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പെട്ടതോടെയാണ് ഇത്. ഇന്ന് പ്രത്യേക സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും നടത്തുന്നുണ്ട്. അത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ്. യാത്രക്കാരിൽ നിന്നും അമിത ഫീസ് ഈടാക്കരുത് എന്നും ന്യായമായ ചാർജ് മാത്രമേ ആവൂ എന്നുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. നാളെ മുതൽ മുൻ നിശ്ചയിച്ച ഷെഡ്യൂളുകൾ അനുസരിച്ച് വിമാനങ്ങൾ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.